യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യം വായിക്കാം. So we're going to read John chapter 13 verse 34. സ്നേഹത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. and we can see God talking about love. സ്നേഹം എന്താണെന്ന് അറിയാത്തവൻ ആരും ഇവിടെ ഇല്ല. I hope there's no one in here that does not know the meaning of love. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. We all desire love. കാരണം സ്നേഹമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. And without love to continue is a difficult thing. മാതാപിതാക്കളുടെ സ്നേഹം, the love of the parents, കുടുംബത്തിന്റെ സ്നേഹം, the love of the family, സുഹൃത്തുക്കളുടെ സ്നേഹം, the love of the friends. അങ്ങനെ വിവിധ വിധത്തിലുള്ള സ്നേഹങ്ങളുണ്ട്. സ്നേഹം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. And in that manner many types of love, and without this we cannot move forward. ആമേൻ. നമ്മെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള വിധത്തിലൊരു സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ആമേൻ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. And if you come to a position where nobody loves you, it's difficult. ആമേൻ. ഇവിടെ കർത്താവ് പറയുന്നത്, Here Jesus says, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. you must love one another. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ദൈവവചനത്തിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കോർ പോയിന്റ് ആണ് ലവ് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത്. So love is one of the core values of the Bible. ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചു. A man came to Jesus and asked, what's the biggest commandment? ആമേൻ. യേശു പറഞ്ഞ കാര്യം ഇതാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. ആമേൻ. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ളതാണ്. Jesus said you must love the Lord your God with all your heart and love your friend the same. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിലെ എല്ലാ കൽപ്പനകളും ഒറ്റ കൽപ്പനയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ആ കൽപ്പനയുടെ പേരാണ് ലവ് എന്ന് പറയുന്നത്. So all of the commandments in the Old Testament condensed into one. That's love. പലപ്പോഴും നമ്മൾ സ്നേഹത്തിന് പല നിർവചനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. Many times we put many conditions on love. ഓരോ സൊസൈറ്റിയും അല്ലെങ്കിൽ ഓരോ സമൂഹങ്ങളും ഓരോ വ്യക്തികളും സ്നേഹത്തിന് വ്യത്യസ്തമായ നിർവചനങ്ങൾ കൊടുക്കുന്നു. Different cultures, different societies, they have different standards for love. എന്നാൽ നമ്മൾ കൊടുക്കുന്ന നിർവചനമല്ല ദൈവത്തിന്റെ വചനം സ്നേഹത്തിന് കൊടുക്കുന്നത്. But our standards are not God's standard that he puts for love. സ്നേഹം എന്ന് പറയുന്നത് വളരെ ആഴമുള്ള ഒരു കാര്യമാണ്. The love that is described here is very deep. സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. It's an act. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന് വലിയ വാല്യൂ ഉണ്ട്. ആമേൻ. വലിയ പവർ ഉണ്ട്. And so also love carries massive weight. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൽപ്പന ആമേൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ്. And here we can see Jesus giving a command to his disciples that you must love one another. ആമേൻ. ആമേൻ. നിങ്ങൾ എങ്ങനെയാണ് തമ്മിൽ സ്നേഹിക്കേണ്ടത്? And how must you do so? ആമേൻ. അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്, And just below, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. and it says, just as I loved you, you must love one another. ഹല്ലേലൂയ. ആമേൻ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. Firstly, you must love one another. ആമേൻ. രണ്ടാമത്തെ കാര്യം യേശു കർത്താവ് പറയുന്നത് നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. And secondly, if you ask how, Jesus says, just as I loved you, you must love one another. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. If you go through, so you can see 3 kinds of love. ആമേൻ. ഒന്നാമത്തെ സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹമാണ്. The first type of love is agape. ആമേൻ. രണ്ടാമത്തെ സ്നേഹം എന്ന് പറയുന്നത് ഫിലിയ എന്ന് പറയുന്ന സ്നേഹമാണ്. And the second type of love is philia. ആമേൻ. മൂന്നാമത്തെ സ്നേഹം എന്ന് പറയുന്നത് ഇറോസ് എന്ന് പറയുന്ന സ്നേഹമാണ്. And the third type of love is called eros. ഫിലിയ എന്ന് പറയുന്നത് ആമേൻ കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഫാമിലി റിയാക്ഷൻസ് ആമേൻ അല്ലെങ്കിൽ അഫെക്ഷനേറ്റീവ് ലവ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. Or the first one is philia is regarding family love or affectionate love. ആമേൻ. സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം. With brothers and sisters. ആമേൻ. ആമേൻ. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹം. The parents and the child. ആമേൻ. അതുപോലുള്ള ആ സ്നേഹത്തെയാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം. And the love between friends. അത്
അഫെക്ഷനേറ്റീവ് ലവ് ആണ് ഈ ഫിലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And that is categorized into philia. ആമേൻ. രണ്ടാമത്തെ സ്നേഹം ഞാൻ ആമേൻ പറയുന്നു, അത് ഇറോസ് എന്ന് പറയുന്നതാണ്. And the second type of love is eros. അത് പാഷനേറ്റീവ് ആയിട്ടുള്ള ലവ് ആണ്. And that's a passionate type of love. ആമേൻ. അതിന്റെ പ്രത്യേകത അത് അട്രാക്ഷൻ കൊണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ബാഹ്യമായ അട്രാക്ഷനുകൾ കൊണ്ടുള്ള സ്നേഹമാണ് ഈ ഇറോസ് എന്ന് പറയുന്നത്. And it forms of affectionate love, like romantic love. ആമേൻ. അതിനെക്കുറിച്ച് പറയുന്നത് അത് പാഷനേറ്റീവ് ആയിട്ടുള്ള ലവ് ആണ്. And we can see it as passionate love. ആമേൻ. മൂന്നാമത്തെ ലവ് ആണ് അഗാപ്പെ എന്ന് പറയുന്നത്. And the third love is agape love. ആമേൻ. അതിനെക്കുറിച്ച് പറയുന്നത് അഗാപ്പെ ഈസ് അൺകണ്ടീഷണൽ ലവ്. And what we can see is it's the unconditional love. ഹല്ലേലൂയ. അതിന്റെ പ്രത്യേകത അത് ദൈവസ്നേഹം എന്നുള്ളത് എന്നതാണ് അതിന്റെ പ്രത്യേകത. And what's so special about it is it's the love of God. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുമ്പോൾ, As we read John chapter 3:16. ആർക്കെങ്കിലും ആ ഭാഗം ഒന്ന് വായിക്കാമോ? മലയാളത്തിലും ഇംഗ്ലീഷിലും യോഹന്നാന്റെ സുവിശേഷം 3:16. ഹല്ലേലൂയ. God so loved the world. ദൈവം ആമേൻ ലോകത്തെ സ്നേഹിച്ചു. For God so loved the world. ദൈവം നമ്മളെ സ്നേഹിച്ചു. He loved us. ആമേൻ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് എതിർത്തിരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. Even when we were sinners and stood against God, He loved ആമേൻ. us. നമുക്ക് കൃപ ലഭിക്കേണ്ടാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് കൃപ In തന്നു. times where we shouldn't have gotten His grace, we got His grace. ദൈവത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം നമ്മളെ സ്നേഹിച്ചു. He loved us when we acted against Him. ഒരിക്കലും ദൈവം നമ്മളെ സ്നേഹിക്കാൻ യാതൊരു വകയും ഇല്ലായിരുന്നു. ആ ഇല്ലാത്ത സ്ഥലത്ത് ദൈവം നമ്മളെ സ്നേഹിച്ചു. A position where we know we do not deserve His love, He loved us. ആ സ്നേഹത്തിന്റെ പേരാണ് അൺകണ്ടീഷണൽ ലവ്. And that we call unconditional love. അത് ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. We cannot see this kind of love on earth. കാരണം ഭൂമിയിലുള്ള സ്നേഹങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കും. Because the love on earth is based on some sort of benefit. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. If you love me, I will love you back. ആമേൻ. നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിരോധമായിട്ടിരിക്കും. And if you do not love me, I will stand against you. ആമേൻ. നിങ്ങൾ എന്നെ ദോഷിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല. And if you hurt me, I will not love you back. ആമേൻ. ലോകത്തിലുള്ള എല്ലാ സ്നേഹങ്ങളും കണ്ടീഷണലാണ്. All the kinds of love on earth is conditional. ഹല്ലേലൂയ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത്. The way parents love their children, they expect something of them. ആമേൻ. അവർ വളർന്നു വരുമ്പോൾ അവരിൽ നിന്ന് ഒരു നല്ല വാക്കോ ഒരു നല്ല കാര്യമോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. And as the children grow, they expect something of them. ഭൂമിയിലുള്ള എല്ലാ സ്നേഹങ്ങളും കണ്ടീഷണൽ ആണ്. Husband and wife, brothers, it's all conditional love. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഒറ്റ സ്നേഹം മാത്രമേ ഉള്ളൂ, അൺകണ്ടീഷണൽ. ആ സ്നേഹത്തിന്റെ പേരാണ് അഗാപ്പെ, അല്ലെങ്കിൽ ദൈവ സ്നേഹം. But there's one kind of love that's unconditional, and that's agape love. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ അൺകണ്ടീഷണൽ ലവിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്നവരാണ്. Every single one of us here, we take part in this love. ഹല്ലേലൂയ. ആ സ്നേഹത്തിലേക്ക് കയറിയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. Because we entered into this love, that's why we're here. നമ്മളൊരു മതത്തിന്റെ ഭാഗമല്ല. We're not part of a religion. നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷന്റെ ഭാഗമല്ല. Not part of an organization. നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നവരല്ല. Not sat here as a part of an നമ്മൾ institution. ഇവിടെ ആയിരിക്കുന്നത് അൺകണ്ടീഷണൽ ലവിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്ന The പ്രിയപ്പെട്ടവരാണ്. only reason is because of unconditional love. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ആ സ്നേഹമാണ് നമ്മൾ ഇവിടെ ഓപ്പറേറ്റ് And ചെയ്യേണ്ടത്. as we sit here, we operate that love. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കാണുമ്പോൾ, നിങ്ങളുടെ സഹോദരിയെ കാണുമ്പോൾ, ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരനെയോ സഹോദരിയോ നിങ്ങൾ കാണുമ്പോൾ, ആമേൻ, അവരോടുള്ള നിങ്ങളുടെ മനോഭാവം ഒരു അൺകണ്ടീഷണൽ ലവിന്റെ ഭാഗമാണ്. And as you see your brother or sister in Christ, you must operate in this love of unconditional love. ഹല്ലേലൂയ. അത് തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. And that's why Jesus says you must love one another. എങ്ങനെ സ്നേഹിക്കണം? How so? എങ്ങനെ സ്നേഹിക്കണം? How should you love one another? ഞാൻ നിങ്ങളെ സ്നേഹിച്ചു
സ്നേഹിച്ചതുപോലെ. ആമേ, എന്തുകൊണ്ടാണ് സഭയെ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്നത്? Why has God put the church on earth? ആമേ, ആ സ്നേഹത്തിന്റെ സ്റ്റാൻഡേർഡ് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ, ആമൻ, ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തി കാണിക്കുവാനാണ് ദൈവസഭയെ ദൈവം To ഭൂമിയിലാക്കിയിരിക്കുന്നത്. implement the standard of unconditional love into the world. ആമേ, നമ്മുടെ പ്രമുഖത്തിലുള്ള ഈ സഭ ആമേ ദൈവസ്നേഹത്തിന്റെ മാതൃകയായിട്ട് മാറണം. And this church in Plymouth is going to be a role model for that. പലപ്പോഴും നമ്മുടെ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് സെൽഫ് ആയിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. Many times the world teaches us to be selfish in love. ഹല്ലേലൂയ. സ്വന്തമായി സ്നേഹിക്കുക, തങ്ങളെ തന്നെ സ്നേഹിക്കുക. To love ourselves. അപ്പനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. It does not teach you to അമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. love your father or mother. സഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. To love your brother. നിനക്കുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം എന്നുള്ള ഒരു സാഹചര്യമാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. In a manner which if you have it, it's fine for you. ഒരു പരിധിവരെ വിശ്വാസികളും ലോകത്തിന്റെ വഴിയിലാണ് മുമ്പോട്ട് പോകുന്നത്. To a certain level, the believers also operate in this. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക. But what God expects is that we love just as He loved us. ഹല്ലേലൂയ. ഈ മെസ്സേജ് കഴിയുമ്പോൾ, ഈ സർമൺ കംപ്ലീറ്റ് ആകുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ ഞാൻ സ്നേഹിക്കും. കർത്താവേ, അതിനുള്ള കൃപ എനിക്ക് നീ തരണമേ എന്ന് ആമേൻ എത്ര പേർക്ക് പ്രാർത്ഥിക്കാനും ഒരു തീരുമാനമെടുക്കുവാനും കഴിയും. Can you take a decision by the end of the sermon that you will love your brother next to you just as Christ loved you? ആമേൻ. സ്നേഹത്തിന്റെ മറ്റൊരു കാര്യം അവിടെ പറയുന്നത്, We can see another chapter of love. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. And Jesus says, just as I loved you, you must love. എങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്? How did Jesus love us? ആമേൻ. ദൈവമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെടിഞ്ഞിട്ട് ഒരു താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. Just as He was God, He left His glory and came down for us. ആമേൻ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2-3 താഴോട്ട് വായിച്ചാട്ടെ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. It says here, let each of you look out not for his own interests but also the interests of others. പലപ്പോഴും നമ്മൾ നമ്മുടെ ഗുണം മാത്രമേ നോക്കത്തുള്ളൂ. Many times we only look out for our own മറ്റുള്ളവൻ interests. എങ്ങനെയാണെങ്കിലും നമുക്കൊരു വിഷയമല്ല. We don't care for the other. കാരണം അതെന്റെ കാര്യമല്ല. Because that's not part of your business. എന്നാൽ ദൈവവചനം പറയുന്നത്, But the Bible says, നിങ്ങൾ ആമൻ ദൈവ പൈതലാണെങ്കിൽ, if you're a child of God, നിങ്ങൾ സഭയുടെ അംഗമാണെങ്കിൽ, if you're part of the church, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്ന if വ്യക്തിയാണെങ്കിൽ, you love Jesus, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ഗുണം മാത്രമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ നമ്മൾ നോക്കണം. not just your self-interest but the but interest of others as well. ആമേൻ. മറ്റുള്ളവർ കഴിച്ചോന്നും കൂടെ നമുക്കൊരു കൺസേൺ ഉണ്ടാകണം. അതാണ് ദൈവസ്നേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് That's പറയുന്നത്. part of God's love. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം ആമൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് കർത്താവായ യേശു ഒരു മനുഷ്യനായി, ഒരു താഴ്ചയുള്ള മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. And it says he left his godly form and came into the form of a bondservant. അപ്പോൾ ആമൻ ദൈവത്തിന്റെ മഹത്വം വെടിഞ്ഞിട്ടാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. So he left his glory to come down. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They continued to sin. അങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഹത്വമെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു മനുഷ്യനായി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. Through the sin he left his glory and came down for us. ആമേൻ. അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. That's what's so special about it. ഹല്ലേലൂയ. ആ സ്നേഹത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. We can see that love being described. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. You must love one another. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. You must love one another. എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. How must you love? Just as I loved you. ആമേൻ. സ്നേഹത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ആമേൻ സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മ എന്ന് പറയുന്നത്. And another thing is fellowship. ഹല്ലേലൂയ. ആ കൂട്ടായ്മ ആമേൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. And again, fellowship is very important. ആമേൻ. ഈ കൂട്ടായ്മയിൽ എന്താണ് പ്രകടമാകുന്നത്? What is being shown in fellowship? പല പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹല്ലേലൂയ സ്നേഹം എന്നുള്ളതാണ് ആമേൻ പുറത്തു വരുന്നത്. Many things are being shown, but one of the main things is love. ആമേൻ. കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ, As we come together in this fellowship, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട വ്യക്തികൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ, as the children of God, as we gather together, നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്നേഹിക്കുകയാണ്. we praise God together. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? How do we love Him? അവനെ ബഹുമാനിക്കുന്നു, We worship and respect അവനെ Him. ആരാധിക്കുന്നു, We worship Him. അവനെ ഇഷ്ടം ചെയ്യുന്നു. We do His like. ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. And He has appointed us to do His work on earth. ഭൂമിയിൽ നിന്ന് നമ്മൾ
ദൈവത്തെ ആരാധിക്കുകയാണ്. And we worship Him, honor Him, ആമേൻ. ദൈവത്തെ സ്നേഹിക്കുകയാണ്. and we love God. ആമേൻ. അത് മാത്രമല്ല ചെയ്യേണ്ടത്, Not just that, ആമേൻ, നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. but love one another. അപ്പോൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ, ഫെലോഷിപ്പ് ആയിട്ട് ഒരുമിച്ച് കൂടി വരുമ്പോൾ, as we gather together, അവൻ പ്രധാനമായ ഒന്നാമത്തെ കാര്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. firstly you must love God, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. worship God, അവൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. and thirdly love one another. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്, ആമൻ, ദൈവമക്കളുടെ, ആമൻ, ഹല്ലേലൂയ, ഉയർച്ചയ്ക്കും ആമൻ അനുഗ്രഹത്തിനും ഒക്കെ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. And this is a system put on earth by God for us, the children of God. It's just fellowship. അതിൽ കൂടി ദൈവത്തെ സ്നേഹിക്കുക, ആരാധിക്കുക, ബഹുമാനിക്കുക. Through this we worship and be with God. ആമൻ. അതിൽ കൂടി ആമൻ കൂടെ ഉള്ളവരെ നമ്മൾ സ്നേഹിക്കുക, ആമൻ, സ്നേഹിക്കുകയും കരുതുകയും ആമൻ ഒക്കെ ചെയ്യുക. Through that we care for the people next to us. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആമൻ, നമ്മൾ ലോകത്തിലുള്ള, ആമൻ, മറ്റു മനുഷ്യരെ ആ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. And also we show the love that we have to the people outside. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം കണ്ടിട്ടാണ് അവർ വിശ്വാസത്തിലേക്ക് വരുന്നത്. And through that love that they see, they come to the faith. പലപ്പോഴും നമുക്ക് തന്നെ സ്നേഹമില്ല. Many times we lack this faith. നമ്മുടെ വീട്ടിനകത്ത് സ്നേഹമില്ല. We lack this love in our houses. ആമൻ. നമ്മളോട് തന്നെ സ്നേഹമില്ല. Many times we hate ourselves. കൂടെയുള്ള ദൈവമക്കളോട് സ്നേഹമില്ല. We have no love towards the children of God. പിന്നെ എങ്ങനെയാണ് ദൈവം, ആമൻ, പുറത്തുള്ള ലോകത്തിലുള്ള മനുഷ്യര് ദൈവത്തിന്റെ സ്നേഹം കാണുന്നത്? Then how can you expect the people outside to see the love of God? കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. God said, Bible says you must be the light of the world. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. You must be the salt. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. As you're the light of the world. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. As you're the salt of the world. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സ്നേഹത്തിൽ നിന്നാണ്. ഇതെല്ലാം സംഭവിക്കുന്നത്. And these things are an extension through love. ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ ആ മെഷറിലേക്ക് ഒന്ന് കയറി വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. Tonight you must rise to the measure. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അളക്കുവാൻ കഴിയും. And you must measure yourself. ഇപ്പോൾ ഞാൻ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? You must analyze which stage in life you are. ഞങ്ങളുടെ ഫെലോഷിപ്പ്, ഞങ്ങളുടെ കൂട്ടായ്മ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? What stage is your fellowship in? ഇന്ന് പകൽക്കാലം ആ ഒരു ദൈവം ആഗ്രഹിക്കുന്ന മെഷറിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. And God expects that we rise to the measure. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. And again, fellowship is very ഈ important. ഫെലോഷിപ്പിലാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. And you love God through fellowship. ആമേൻ. ഫെലോഷിപ്പിൽ കൂടി ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും. Through fellowship you love God. ആമേൻ. ഫെലോഷിപ്പിൽ കൂടി നമ്മുടെ അന്യോന്യം സ്നേഹിക്കുന്നു. And you love one another. അത് മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് ഈ കൂട്ടായ്മയിൽ കൂടി വെളിപ്പെടുത്തി And കൊടുക്കുന്നു. through this fellowship the people outside were also attracted. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? Raise your hands and praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ, ഞാൻ ഏത് മാനദണ്ഡത്തിൽ, ഏത് മെഷറിലാണ്, ഏത് അനുഭവത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾക്കൊന്ന് ശോധന ചെയ്യുവാൻ So can കഴിയും. you analyze yourselves and see what stage of love you are? പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമൻ, ആമൻ, ആ ഒരു ദൈവിക സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നു വരിക. The Holy Spirit says you must rise to the standard of God. ദൈവത്തിന്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നു വരിക. Rise to the standard of God. നമ്മളെ തന്നെ നോക്കി നമ്മുടെ ജീവിതം, നമ്മളെ തന്നെ നോക്കാനും ഇപ്പൊ നമുക്ക് സമയമില്ല. You know, people nowadays even have time to look at themselves. കാരണം സോഷ്യൽ മീഡിയ ഇങ്ങനെ വിശാലമായിട്ടിരിക്കുകയാണ്. Social media. നമ്മുടെ ലൈഫ് മുഴുവൻ സോഷ്യൽ മീഡിയയ്ക്കാണ് പലരും കൊടുക്കുന്നത്. We give lots of our times to social media. ആമേ. ജോലിക്ക് പോകുന്നതിന് മുമ്പേ സോഷ്യൽ മീഡിയ. Before work. ആമേ. വന്നു കഴിഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയ. After work. ആമേ. അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ അതിനകത്ത് നമ്മൾ കൈവെക്കുന്നു. During breaks we indulge. ആമേ. കിടക്കുന്നതും ഉറങ്ങുന്നത് പോലും ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത് പലരും. And as you go to sleep, even through that you indulge. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആമേൻ. നമ്മുടെ കാര്യം പോലും നോക്കാൻ ഇപ്പൊ നമുക്ക് സമയമില്ല. So many times due to these things you forget to look at yourself. ആമേൻ. നമ്മൾ പുറത്തു വരേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. It's time that you come out. ഹല്ലേലൂയ. നമ്മൾ പുറത്തു വരേണ്ട സമയം It's കഴിഞ്ഞിരിക്കുകയാണ്. time that you come out. ദൈവമക്കൾ ദൈവത്തെ സ്നേഹിക്കേണ്ട സമയമായിരിക്കുകയാണ്. It's time that the people of God love God. ദൈവമക്കൾ പരസ്പരം സ്നേഹിക്കേണ്ട സമയമായിരിക്കുകയാണ്. It's time that the children of God love each other. ആമേൻ. ദൈവമക്കൾ ലോകത്തിന് ദൈവത്തിന്റെ സ്നേഹം ആമേൻ വെളിപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ്.
show the love of God to the world. ഫെലോഷിപ്പിൽ കൂടിയാണ്, ആ കൂട്ടായ്മയിൽ കൂടിയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് സമൂഹമായി നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നത്. This is the way as a society we worship God. ഒരു ഫെലോഷിപ്പ് ഉള്ളത് കൊണ്ട്, ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് പുതിയ വ്യക്തികൾ ഇതിലേക്ക് കടന്നു വന്ന യേശുവിനെ കാണുവാൻ കഴിയുന്നത്. Due to this fellowship, new people come in. നമ്മൾ ഒരുമിച്ച് കൂടി വന്നില്ലെങ്കിലോ, and if we not gather together, ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. these things do not come. പ്രസംഗിക്കാൻ ആള് കാണത്തില്ല. There be nobody to minister. ആമേൻ, ഹല്ലേലൂയ. വർഷിപ്പ് ചെയ്യാൻ ആള് കാണത്തില്ല. Nobody to worship. ആമേൻ. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോഴാണ് അതിന്റെ ആ ബ്യൂട്ടി, അതിന്റെ അനുഗ്രഹം നമുക്ക് കാണുവാൻ കഴിയുന്നത്. And as you gather together, you can see the beauty. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക. Tonight you must give God. ആമേൻ. ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും മാറ്റിവെച്ചാൽ, ലോകത്തിലെ ഏറ്റവും ഉയർന്നതാണെങ്കിലും ഒന്ന് മാറ്റിവെച്ചാൽ അതിനേക്കാൾ 4 മടങ്ങുള്ള അനുഗ്രഹം ദൈവം നിനക്ക് വേണ്ടി തരും. And if you put aside for God, He will repay you 4 times. ആമേൻ. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, അല്ലെങ്കിൽ ആമേൻ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. If you get the opportunity instead of giving to God, you take. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, But tonight, let me tell you, നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താൽ, ഒരു കാര്യം ചെയ്താൽ, if you do something for God, ആ കാര്യത്തെ ഹോണർ ചെയ്യുന്ന ഒരു ദൈവ, ഒരു സ്വർഗ്ഗത്തിലെ ദൈവം. He's a God that honors you. എറിക് ലിഡൻ 100 മീറ്റർ അത് സൺഡേ ആയതുകൊണ്ട് പുള്ളി അത് ഓടാത്തത് കൊണ്ട് അടുത്ത ദിവസം തന്നെ 400 മീറ്ററിൽ ഓട്ടത്തിൽ തനിക്ക് ഗോൾഡ് മെഡൽ കിട്ടുവാനിടയായി തീർന്നു. And he refused to run on the 100-meter because it was Sunday, but he placed gold. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? Raise your hands and praise the Lord. ആമേൻ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? Hallelujah. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദൈവം വില കൽപ്പിക്കും. അതിനൊരു വാല്യൂ ദൈവം തരും. And every decision taken in the presence of God, He has value for. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആമേൻ ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. So again, fellowship is very important. ഫെലോഷിപ്പിനകത്ത് ആമേൻ ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും. And through this we can love God. ആമേൻ. ഫെലോഷിപ്പിലാണ് ദൈവിക പദ്ധതിയിൽ ദൈവ മക്കൾ വളർന്നു വരുന്നത്. And through this fellowship you come to the will of God. ആമേൻ. നിങ്ങൾ ഇന്ന് വന്നതുകൊണ്ടാണ് ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടത്. Because you come here today, you hear this message. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. And if you're not here today, you wouldn't have heard this ആമേൻ. message. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ തീരുമാനമെടുക്കുകയാണ്, ഞാൻ ദൈവിക വിഷയമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുകയാണ്. And as you hear this message, you take decisions to serve God. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ്? ആമേൻ. നമുക്ക് ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജ് കേൾക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകുന്നത്. Because we have a fellowship, we have the opportunities to hear the word of God. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Praise your hands and praise the Lord. കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചാട്ടെ. Once more, hallelujah. അപ്പോൾ ഫെലോഷിപ്പ് ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. Again, fellowship is very important. ആമേൻ. ഈ ഫെലോഷിപ്പിനകത്താണ് നമ്മുടെ ദൈവസ്നേഹം നമുക്ക് ഷെയർ ചെയ്യുവാൻ കഴിയുന്നത്. And through this fellowship we can share the love of God. ആമേൻ. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2:41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Let's go to Acts 2 verses 41 onwards. കൂട്ടായ്മ, ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ പെട്ട ഒരു കാര്യമാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. So it's one of the doctrines that the apostles had, which is fellowship. പൗലോസ് പറയുന്നത് കൂട്ടായ്മയെ നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. Paul says you must not put to the wayside fellowship. കൂട്ടായ്മയെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത്. You must not കാരണം തുടർമാനമായിട്ടുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് സ്റ്റെപ്പ് 1, 2, 3 അങ്ങനെയുള്ള വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. Because fellowship is crucial for the growing stages of a believer. ആമേൻ. Acts chapter 2 verse 46 ഒന്ന് വായിച്ചാട്ടെ. Acts chapter 2 verse 46. ആമേൻ. ദിനം പ്രതി അവരെ കുറിച്ച് പറയാം. ദിനം പ്രതി അവര് എവിടെ വരുമായിരുന്നു? ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരുമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. So continuing daily with one accord in the temple, breaking bread from the house, they ate with gladness and simplicity. Hallelujah. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അവർക്കൊന്നും പണിയില്ലായിരുന്നെന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. So you may think they had nothing else going for them. അവരെല്ലാം രാവിലെ മുതൽ വൈകിട്ട് വരെ പണി ചെയ്തിട്ടാണ് വൈകിട്ട് ദേവാലയത്തിൽ വരുന്നത്.
They worked their jobs from morning to evenings. Then they came to the temple of God. ഹല്ലേലൂയ. അവർ ആലയത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സന്തോഷം, ഭയങ്കര സന്തോഷമാണ് അവർ അനുഭവിക്കുന്നത്. And as they gathered together in the temple, it was massive joy. പലപ്പോഴും നമ്മൾക്ക് ആ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. Many times we're not able to experience it. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കൂട്ടായ്മയെ കുറിച്ച് ചിന്തിക്കുന്നത്. Because you think of the fellowship as some part of your life. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവസ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കൂട്ടായ്മയെ നമ്മൾ കാണുമ്പോഴാണ് ദൈവിക കൂട്ടായ്മയിലും സഭയിലും കൂട്ടായ്മയിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നത്.